ഏത്തപ്പഴം കറുത്ത് പോവുകയോ നമുക്ക് ബാക്കി വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണെന്ന് കാണിക്കുന്നത്. ഏത്തപ്പഴം മിക്സിയുടെ ജാറിൽ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് 2 ഏലയ്ക്ക ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി അതിനകത്തോട്ട് കുറേശ്ശെ ഗോതമ്പ് പൊടിയും ശർക്കര പാനിയാക്കിയതുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറേശ്ശെ ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒന്ന് കട്ടയൊക്കെ ഒന്നും ഇല്ലാതെ വേണം മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിനകത്തോട്ട് ഇതൊഴിച്ച് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ഇനി നമ്മളിത് അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കും. ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നെയ്യപ്പമൊക്കെ ചുടുന്ന ഒരു രീതിയിലേ അതേ രീതിയിൽ ചുട്ടെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് കോരി ഒഴിച്ച് ഉണ്ണിയപ്പത്തിൻ്റേതായ രീതിയിലും തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പലഹാരമായിരിക്കും കേട്ടോ. കുട്ടികൾക്കും അതേപോലെ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ കടിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റിയും അതേപോലെ നല്ല സോഫ്റ്റുമാണ്. പുറം നല്ല സോഫ്റ്റുമാണ്, അകവും നല്ല സോഫ്റ്റാണ്. അതിൻ്റെ ചുറ്റും മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. അതുകൊണ്ട് തീയൊക്കെ വയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫ്ലെയിമൊക്കെ നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ സോഫ്റ്റായിട്ടുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാം. ഒരു പലഹാരമാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമ്മൾ ഏത്തപ്പഴമൊക്കെ അധികം വരികയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പലഹാരം. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഏത്തപ്പഴം അധികം വരികയോ അതേപോലെ കറുത്ത് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം.